പിറ്റേ ദിവസം രാവിലെ ഞാൻ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി എത്തിയിരിക്കുന്നു. നമ്മുടെ കൂടെയുള്ള പലരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് മാർച്ച് അവസാനം ആണ്, അതായത് ചെറി ബ്ലോസം എന്ന് പറയുന്ന ഒരു സമയം. ഈ കാണുന്ന ആളാണ് നമ്മുടെ മലയാളി ടൂർ ഗൈഡ്. അദ്ദേഹത്തിൻ്റെ പേര് ജിസ് ജോയ് എന്നാണ്. ഞാനീ പോകുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വിഷുവിന് മുല്ലപ്പൂ വിരിയുന്ന പോലെ ഇവരുടെ നാട്ടിൽ അങ്ങനെ ഒരു സമയമാണത്, ചെറി ബ്ലോസം. ഇവിടെ ഗൈഡ് ജപ്പാനെ കുറിച്ച് പല കാര്യങ്ങളും മാപ്പിലൂടെ പറഞ്ഞു കൊടുക്കുന്നു എല്ലാവർക്കും. ഞാൻ വീണ്ടും ജപ്പാൻ്റെ പല കാര്യങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എല്ലാം ക്യാമറ തിരിച്ചു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, ഒരു കാലത്ത് ജപ്പാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശക്തികൾ കൊണ്ട് മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയും അവരെ പലരെയും അവരുടെ കീഴിലാക്കിയും പലരെയും ഉപദ്രവിച്ചും കൊണ്ടിരുന്ന ഒരു ജപ്പാൻ ഇന്ന് ഈ രീതിയിലേക്ക് വളരണമെങ്കിൽ, ആളുകളുടെ ബഹുമാനം നേടിയെടുക്കണമെങ്കിൽ അവരുടെ പിന്നിലെ ഒരു അധ്വാനം അത് വളരെ വലുത് തന്നെയാണ്. ഈ കാണുന്നത് അവിടുത്തെ ഒരു ഒബ്സർവേഷൻ ഡെസ്ക്കാണ്. ഇത് ജപ്പാൻ്റെ ഒരു മനോഹരമായൊരു ടൗൺഷിപ്പ്, ടോക്കിയോ ടൗൺഷിപ്പാണിത്. ഇവിടെ ജപ്പാൻ ഇപ്പോഴുള്ള അവരുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അവർ ഒരു യുദ്ധത്തിനും ഇനി മുന്നോട്ടേക്കില്ല, ഒരു യുദ്ധത്തിനും അവർ താങ്ങുകയില്ല, ഒരു യുദ്ധത്തിനും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് അവരുടെ ഇപ്പോഴത്തെ നയം. അങ്ങനെ ഞങ്ങൾ ബസ് ഒരു സ്ഥലത്ത് നിർത്തി, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഞാനും പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇത് ടോക്കിയോയുടെ സ്ട്രീറ്റാണ്. ഇതിലൂടെ ഞങ്ങൾ കുറച്ച് ദൂരം നടക്കുകയാണ്. ഓരോരോ കാഴ്ചകളിലേക്കാണ് ഇനിയുള്ള ഞങ്ങളുടെ പോക്ക്. വളരെ മനോഹരമായ ഒരു രാജ്യം തന്നെയാണ് ജപ്പാൻ. ഇവിടെ ഇനി ഞങ്ങൾ പോകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ടെമ്പിളാണ്. ടെമ്പിളിൻ്റെ പേര് സെൻസോജി എന്നാണ്. ഇതൊരു പഴയ ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അസകുസ എന്നാണ്. പറയുമ്പോൾ തന്നെ വളരെ രസകരമായൊരു പേരാണ്. അസകുസ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ്. ഈ കാണുന്നതെല്ലാം ചെറി ബ്ലോസത്തിൻ്റെ ഒരു പകർപ്പാണ്. ഇതിലും ചെറി ബ്ലോസം വളരെ ഭംഗിയായി നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ ടെമ്പിളിൻ്റെ പുറംഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയിൽ ചെറി ബ്ലോസം വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 645 AD ആ കാലത്ത് പണിത അല്ലെങ്കിൽ കണ്ടെത്തിയ ക്ഷേത്രമാണ്. ഈ ജപ്പാനിലെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയൊരു ദുരന്തം എന്ന് പറയുന്നത്, ഇവിടെ എപ്പോഴും ഭൂമികുലുക്കം എന്ന് പറയുന്നൊരു സംഭവം, അതായത് ഒരു കൊല്ലത്തിൽ 100-200 ഭൂമികുലുക്കങ്ങളും ഉണ്ടാകുന്ന ഒരു രാജ്യം. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ആ രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇനിയും നമുക്കെങ്ങനെ മുന്നോട്ട് നീങ്ങാം, അല്ലെങ്കിൽ ഇനി അടുത്തൊരു ഭൂമികുലുക്കം വരുമല്ലോ, എന്തിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇനി ഈ രാജ്യത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നു എന്ന് ആലോചിക്കാതെ എങ്ങനെയൊക്കെ പുതിയ പുതിയ രീതിയിൽ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാമെന്നും ഇവിടെ തന്നെ നമുക്ക് എന്തൊക്കെയൊക്കെ ജോലികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാമെന്നും ആലോചിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അതുതന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രൗഢി. ബുദ്ധൻ തന്നെയാണ് ഇവിടെയും അവരുടെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പക്ഷെ മിക്ക അമ്പലങ്ങളിലെ ഉൾവശം നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അതിനുള്ള മെയിൻ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ കാരണവും ഭൂമികുലുക്കം പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ്. കാരണം ഇവിടെ എന്തു വെച്ചാലും ഒരു ഭൂമികുലുക്കം വന്നാൽ എല്ലാം തകർന്നടിയും. അപ്പോൾ അധികവും ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന ഈ പുറമോടികളാണ് അധികം ഉണ്ടാവുക. ഉള്ളിലെ വിഗ്രഹങ്ങളും മറ്റും ഒന്നും അധികം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 30 മില്യൺ ആൾക്കാർ ഓരോ കൊല്ലവും ഇവിടെ വന്ന് ഈ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേറെ ഫീസോ ഒന്നുമില്ല. ഇങ്ങനെ 5 പഗോഡകളാണ് ഇവിടെ നിരന്ന് നിൽക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറംഭാഗം. എല്ലായിടത്തും ഈ ചെറി ബ്ലോസം ഇങ്ങനെ തുളുമ്പി
പൂത്ത് വളരെ മനോഹരമായി നിൽക്കുന്നു. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ മനോഹരമായ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം. പ്രകൃതി വളരെ ഭംഗിയോടുകൂടി തന്നെ ഇവിടെ നിൽക്കുകയും അതിനെ വളരെ ഭംഗിയോടുകൂടി തന്നെ ഇവിടുത്തെ ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ വന്ന് പല കാഴ്ചകളും കാണുന്നു. ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ടൂറിസ്റ്റ് സീസണാണ്. ഈ ചെറി ബ്ലോസം എന്ന് പറഞ്ഞ് പല ടൂറിസ്റ്റ് കമ്പനീസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരോട് പറഞ്ഞിട്ടുള്ളത്, ഈ ഗ്രൂപ്പിൽ തന്നെ, അതായത് ഈ കമ്പനിയുടെ തന്നെ 4-5 വേറെ ഗ്രൂപ്പ് ടൂർസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മിക്സായി പോകരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായ ഒരു വാക്കിംഗ് സ്ട്രീറ്റിലൂടെയാണ്. നിരവധി ഷോപ്പുകളാണ്. ഇഷ്ടം പോലെ സുവനീഴ്സും മറ്റും വാങ്ങാൻ കിട്ടും. വേറൊന്ന്, ഇവിടെ ബാർഗെയിനിങ് എന്ന് പറഞ്ഞ സാധനമില്ല. അവരെന്ത് പറയുന്നോ ആ പൈസ അത് നമ്മൾ കൊടുക്കുക, വാങ്ങുക. ജപ്പാൻകാരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഏത് രാജ്യത്തിൽ നിന്നുള്ള കമ്പനികളും ഇവർ ആക്സെപ്റ്റ് ചെയ്യും ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി. അല്ലാതെ അവർ പുറം ലോകത്ത്, അതായത് ജപ്പാൻ വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു രീതിയല്ല. ഇവിടെ തന്നെ ജനിക്കുക, ഇവിടെ തന്നെ മരിക്കുക. അതുപോലെ ജപ്പാനിലെ ഭിക്ഷാടനം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കാണില്ല. ഇവിടെയുള്ള ഒരു പ്രത്യേകമായൊരു ഡിഷ് എന്ന് പറഞ്ഞാൽ കോബി ബീഫ് എന്ന് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ പശുവിനെ പാട്ടെല്ലാം പാടി നല്ല രീതിയിൽ വളർത്തിയ പശുവിനെ കൊന്ന് അതിൻ്റെ മാംസം കഴിക്കുന്ന ഒരു രീതി. പല സ്ഥലത്തും പല രീതികളാണല്ലോ. ഇവിടെ അങ്ങനെ ഒരു രീതി, അതിൻ്റെ ഒരു സ്റ്റാളാണ് ഇവിടെ, കോബി ബീഫ് സ്റ്റേക്ക്. അത് കിട്ടുന്നൊരു സ്ഥലം, ഇവിടുത്തെ ഒരു ഫേമസ് ഭക്ഷണം കൂടിയാണ്. ഞങ്ങളെ കൂടെയുള്ള പലരും ഗവൺമെൻറ് തസ്തികയിൽ നിന്നും പിരിഞ്ഞ് പെൻഷൻ പറ്റിയവരാണ്. അതിൽ പോലീസുകാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പലരും ഉണ്ട്. ഇത് ഞങ്ങളുടെ ഉച്ചഭക്ഷണമാണ്. ഇവിടുത്തെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് വളരെ രുചികരമായൊരു ഇവിടുത്തെ ലോക്കൽ ഭക്ഷണം. വെജിറ്റേറിയനും ഉണ്ട്, നോൺ വെജും ഉണ്ട്. നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് കഴിക്കാം, വെജ് വേണ്ടവർക്ക് വെജ് കഴിക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരവും ചിരിയും മറ്റുമെല്ലാമായി തുടങ്ങിയിരിക്കുന്നു. കാരണം ഇവരെല്ലാവരും പല സ്ഥലത്തുനിന്ന് വന്ന് ഇപ്പോൾ ഒരു കുടുംബമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച. വളരെ മനോഹരമായൊരു കാഴ്ചയാണല്ലോ അത്. ഇവിടെ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ കുറേ പേര് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോയിരിക്കുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളും ഒരുക്കി വെച്ചിട്ടുമുണ്ട് ഇനി അടുത്ത ഗ്രൂപ്പ് ടൂറിസ്റ്റിൻ്റെ ആൾക്കാർ വരുമ്പോൾ കഴിക്കാൻ. വീണ്ടും ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഈ 7-Eleven എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കണ്ടു, അത് ഒരു സൂപ്പർ മാർക്കറ്റാണ്. അതായത് പുറമേക്കാളും ചീപ്പായ പ്രൊഡക്ട്സാണ് അതിൻ്റെ ഉള്ളിൽ കിട്ടുക. പൈസ വളരെ കുറവാണ് അതിൻ്റെ ഉള്ളിൽ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ്. ഇവിടുത്തെ ഒരു ഒബ്സർവേഷൻ ഡെക്കിൽ കയറി കാഴ്ചകൾ കാണാനാണ് നമ്മൾ ക്യൂവിൽ നിൽക്കുന്നത്. ഇതാണ് ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നുള്ള കാഴ്ച. ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ തിങ്ങി നിൽക്കുന്ന ഒരു പാർക്ക് പോലെയാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഈ ജപ്പാനിലെ ഈ ബിൽഡിങ്സിനെല്ലാത്തിനും ഒരു നിയമമുണ്ട്. അതായത് എല്ലാ ബിൽഡിങ്ങും 20 വർഷത്തിനുള്ളിൽ മുഴുവനായി പൊളിച്ച് നീക്കി രണ്ടാമതും പണിയണം, ഏറ്റവും പുതിയ ടെക്നോളജി വെച്ച്. കാരണം ഇവിടെ ഭൂമികുലുക്കം അത്രയ്ക്കും കൂടുതലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഏറ്റവും പുതിയ നൂതന ടെക്നോളജി വെച്ചിട്ട് വേണം അവർ ബിൽഡിങ്ങുകൾ പണിയാൻ വേണ്ടി. അപ്പോൾ എല്ലാ 20 വർഷവും അല്ലെങ്കിൽ 15 വർഷം കൂടുമ്പോൾ അവിടെ ബിൽഡിംഗ് കംപ്ലീറ്റ് പൊളിച്ച് കളയുമെന്നുള്ളതാണ് ഒരു രീതി. എങ്കിലും നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യം വളരെ നീറ്റായും അവരുടെ ആളുകൾ വളരെ ബഹുമാനത്തോടു കൂടിയാണ് മറ്റുള്ളവരെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഇമ്പീരിയൽ പാലസ് എന്ന് പറഞ്ഞ പാലസിൻ്റെ പുറംഭാഗത്താണ്. ഇത് അവരുടെ ഒരു ഗാർഡനാണ്. ഇത് ഇമ്പീരിയൽ പാലസിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു യോദ്ധാവിൻ്റെ ഒരു സ്ട്രക്ചറാണ് അവിടെ പ്രതിമ അവർ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തണുപ്പ് കാലാവസ്ഥയാണ്. പലരും ജാക്കറ്റും മറ്റും ഇട്ടിട്ടാണ് നടത്തം. ഇതാണ് പാലസിൻ്റെ പുറമേ എന്നുള്ള ഒരു കാഴ്ച. ഉള്ളിലേക്ക് പോകാൻ അനുമതിയില്ല. അപ്പോൾ പുറത്തു നിന്ന്
ഞങ്ങൾ കഴിയാവുന്ന രീതിയിലെല്ലാം ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ചെറുതായിട്ടൊരു മഴയും എല്ലാം തുടങ്ങിയപ്പോൾ പലരും കുടയെല്ലാം എടുത്ത് ചെറുതായി ചാറ്റൽ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഞങ്ങൾ നടത്തം എത്തുന്നത് വേറൊരു പാർക്കിലേക്കാണ്. ഇവിടെയാണ് ഏറ്റവും മനോഹരമായിട്ട് ഈ കാഴ്ച കാണാൻ പറ്റുക, ചെറി ബ്ലോസത്തിൻ്റെ. ഇതിലേറ്റവും രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ വരെ ഇവിടെ ഇങ്ങനൊരു കാഴ്ചയെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പലരും ഇതേ ഗ്രൂപ്പിൻ്റെ കൂടെ ഇതിനെ വേറെ ആൾക്കാർ വന്നപ്പോൾ അവർക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. ഇവിടെ ഇങ്ങനെ കുറേ പേര് ഞങ്ങൾ ട്രാഫിക്കിൽ കിടക്കുമ്പോൾ കാണാം. ഇത് അവിടെ നിന്ന് വാടകയ്ക്ക് എടുത്ത ആൾക്കാർ ഇങ്ങനത്തെ റേസിംഗ് കാറുകളിൽ കയറി ഇങ്ങനെ പോകുന്നതാണ്, ടൗണൊക്കെ ചുറ്റി അങ്ങനെ പോകാൻ വേണ്ടി. വിദേശീയരാണ് എല്ലാവരും. ഈ കാണുന്നതാണ് ഇവിടുത്തെ മറ്റൊരു ഏറ്റവും വലിയ കാഴ്ച. ടോക്കിയോയിലെ ഒരു ക്രോസിംഗ് ഇതാണ്. അതായത് ജനങ്ങൾ ഒരുമിച്ച് ഇത്രയും ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലം വേറെയില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് മെട്രോയും ബസ് സ്റ്റേഷനും എല്ലാം ആണ്. അപ്പോൾ ആൾക്കാർ വൈകുന്നേരം വന്നു കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും. ഞങ്ങളും ക്രോസ് ചെയ്തു, ഇതിലൂടെ തന്നെ ക്രോസ് ചെയ്ത് ഒന്ന് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമ്മുടെ വഴി തെറ്റിപ്പോകും. ഇപ്പോൾ തന്നെ നോക്കുക, ഓരോരുത്തരും നേരെ വിലങ്ങനെ ഒക്കെ ആയിട്ട് അതേ രീതിയിൽ തന്നെയാണ് ക്രോസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. മോണ്ടെറസോ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ലോക്കൽ റെസ്റ്റോറൻ്റാണ്. പിസ്സ മറ്റ് സാധനങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ഞങ്ങളുടെ ടീമിലെ അംഗങ്ങളെല്ലാം ഇരിക്കുന്നു. ഇതാണ് രാത്രിയിലെ ഭക്ഷണം. അലക്കാട്ടെ എന്ന് പറയും, അതായത് നമുക്ക് കൊണ്ടുതരും ഭക്ഷണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര തണുപ്പായാലും ഒരു തണുത്ത വെള്ളവും തണുത്ത കാപ്പി ഇതെല്ലാമാണ് കഴിക്കുക. അത് ഒരു പ്രത്യേകതയാണ്. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. രാത്രിയിൽ വളരെ മനോഹരമായ ലൈറ്റെല്ലാം അണിയിച്ചുകൊണ്ട് ഇവിടെ ടോക്കിയോ നഗരം എല്ലാവരെയും വരവേറ്റുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ വീണ്ടും തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഹോട്ടലിലാണ്, ഡൈവ റോയിനറ്റ് ഹോട്ടൽ. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ തങ്ങുന്നു.